ഞാൻ വണ്ടി എന്ന് പറഞ്ഞ് അലറി എന്ന് പറയുന്നു, നേരെ ഇടിക്കുക. ഗ്ലാസ് പൊട്ടി ഫ്രണ്ടിലെ ബസ്സുമായിട്ടാണ് ഇടിക്കുന്നത്. ഞങ്ങളെല്ലാം കംപ്ലീറ്റ് ആ ബസ്സിന്റെ അടിയിലോട്ട് പോയി. അനിയും കുഞ്ഞിന് ഒരു സൈഡിലെ റിബ്സ് മുഴുവൻ പോയി, ലിവർ ഡാമേജ്, എന്റെ ഫേസ് സബരക്കിനോട് ഹെമറേജ് ഡാമേജ്, എന്റെ മോൻ കംപ്ലീറ്റ് ഫീമർ ഒടിഞ്ഞ് അവനും തല മുഴുവൻ ക്ലോട്ടായിട്ട് അവൻ വീണു. ഹസ്ബൻഡ് സീറ്റിൽ ഇടിച്ച ഇടിയിൽ കിടക്കുന്നു. ഞങ്ങളുടെ ലൈഫായിരുന്നു അവിടെ വെച്ച് ഛിന്ന ഭിന്നമായി പോവുകയാണ് ചെയ്തു. എൻ്റെ പേര് നീമ അഗസ്റ്റിൻ. എൻ്റെ വീട് തൊടുപുഴയാണ്. ഞാനൊരു 25 വയസ്സ് വരെ പ്രത്യേകിച്ച് ലൈഫിൽ സ്ട്രഗിൾസ് ഒന്നും അറിഞ്ഞ ഒരാളല്ല. പപ്പയുടെ ഒരു ഇളയ മോളായിരുന്നു. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പഠിക്കുന്നത് ഞാൻ കോട്ടയത്താണ് പഠിച്ചത്, സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. അവിടെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ പപ്പ എല്ലാത്തിനും പപ്പയുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്നും ഒരു വിഷമം എന്നാന്നോ ഒരു പ്രയാസം എന്നാന്നോ ആ സമയത്ത് ഒരു ഫീസ് അടയ്ക്കാനായിട്ട് സ്ട്രഗിൾ ഉണ്ടെങ്കിൽ പോലും പപ്പ ഒന്നും അറിയിച്ചിട്ടില്ല. അതൊക്കെ കൃത്യമായിട്ട് അടച്ച്, അതായത് ഒരു ടെൻഷനും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ എൻ്റെ 25ാമത്തെ വയസ്സ് വരെ. എൻ്റെ മാരേജ് നടക്കുന്നത് 23ാമത്തെ വയസ്സിലായിരുന്നു. കാഞ്ഞിരപ്പള്ളി വെളിച്ചിയാനിയിലുള്ള ബെൻഹേർട്ട് വർഗീസുമായിട്ടായിരുന്നു എൻ്റെ മാരേജ്. പുള്ളി ഒരു നേവി ഓഫീസറായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചെങ്കിലും വളരെ കൊച്ചു പിള്ളേരെ പോലെയായിരുന്നു. കാരണം പുള്ളിക്ക് 24 വയസ്സും എനിക്ക് 23 വയസ്സും ഉള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഉടൻ തന്നെ, ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ലേക്ക് ഷോർ ഹോസ്പിറ്റൽ എറണാകുളമായിരുന്നു. മാരേജിന് ശേഷം ഉടൻ തന്നെ ഹസ്ബൻഡിൻ്റെ ഒപ്പം ഞാൻ വിശാഖപട്ടണത്തോട്ട് പോയി. അവിടെ ചെന്നെങ്കിലും ഞാൻ ഇത്രയൊക്കെ പഠിച്ചൊരു വ്യക്തിയാണെങ്കിൽ പോലും അന്നൊക്കെ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുക, ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരും, അനങ്ങാതിരിക്കുക, അങ്ങനെ ഒരു രീതിയായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് ഒരു 2 മന്ത്സ് കഴിഞ്ഞ് തിരിച്ചു വന്നു. പ്രഗ്നൻ്റ് ആയപ്പോൾ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് കുട്ടി ഉണ്ടായി കഴിഞ്ഞും പിന്നെ ഒരു 2 മാസമാണ് ഞാൻ വീണ്ടും വിശാഖപട്ടണത്തിന് പോകുന്നത്. അങ്ങനെ ഒരു 1.5 വർഷത്തിന് ശേഷം എൻ്റെ ഹസ്ബൻഡിന് എറണാകുളത്തേക്ക് നേവിയിലോട്ട് INS ഗരുഡയിലോട്ട് ട്രാൻസ്ഫർ ആവുകയാണ്. അപ്പം ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പം നാട്ടിൽ വന്നപ്പം ഞാൻ മൂലമറ്റം VHSCയിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുട്ടികൾക്കൊക്കെ അത്യാവശ്യം എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കുട്ടികളുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ്. അപ്പം ഞങ്ങൾ അന്ന് ഒരു ജനുവരി 12-ാം തീയതി ഹസ്ബൻഡ് എറണാകുളത്ത് നിന്ന് ലീവ് എടുത്തു. ഞാൻ സ്കൂളിൽ നിന്ന് ലീവ് എടുത്തു. ഹസ്ബൻഡിൻ്റെ അനിയൻ ബെൻഹേർട്ട് അയർലൻഡിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. പുള്ളി വെക്കേഷന് വരുന്നു. ജനുവരി 12 എന്ന് പറയുന്ന ഡേറ്റ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അന്ന് മകരവിളക്ക് ദിവസമാണ്. ജനുവരി 12-ാം തീയതി എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. 2ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞങ്ങൾ ആ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വീട്ടിൽ നിന്ന് രാവിലെ 8:15 യാത്ര തുടങ്ങിയ. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണ്, ഹസ്ബൻഡ് ഒരു വെള്ള പാൻറ്റും ഒരു പിസ്ത കളർ ഷർട്ടുമാണ് ധരിച്ചിരുന്നത്. ഹസ്ബൻഡിൻ്റെ മടിയിൽ 2 വയസ്സുള്ള എൻ്റെ മോൻ അലൻ ഉണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ തൊട്ട് പുറകിൽ ഞാൻ ഇരിക്കുന്നു. ഹസ്ബൻഡിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ അനിയൻ കുഞ്ഞ് ബെൽബർട്ട് ബിൻസൺ ഇരിക്കുന്നു. അതിൻ്റെ തൊട്ട് പുറകിൽ മമ്മി ഇരിക്കും. ഞങ്ങൾ ഇത്രയും പേരാണ് യാത്ര പുറപ്പെടുന്നത്. വീട്ടിൽ നിന്ന് വെളിച്ചിയാനിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ കുറച്ച് ദൂരം അങ്ങോട്ട് മുമ്പോട്ട് പോയപ്പോൾ മമ്മി എന്താണെന്നറിയില്ല, അന്ന് രാവിലെ ഒരു ഓറഞ്ച് പൊടിച്ചു. ആ ഓറഞ്ച് ഞങ്ങൾ എല്ലാവരും കഴിച്ചു, മോന് കഴിച്ചു. അപ്പോൾ ആ ഓറഞ്ച് തിന്നതിൻ്റെ ഫലമായിട്ട് മുണ്ടക്കയത്തുനിന്ന് ഒരു ഇച്ചിരി അങ്ങ് തിരിഞ്ഞപ്പോഴേക്കും മോൻ വൊമിറ്റ് ചെയ്തു. ഉടനെ ഞങ്ങൾ പെട്ടെന്ന് വണ്ടി നിർത്തി വണ്ടിയുടെ പുറത്തിറങ്ങി. ഹസ്ബൻഡിൻ്റെ മടിയിലിരിക്കുന്ന കുഞ്ഞിനെ ഞാൻ എടുത്തു. ഹസ്ബൻഡിൻ്റെ പുറകിലിരുന്ന ഞാൻ അപ്പുറത്തെ സീറ്റിലോട്ട് മാറി. ഹസ്ബൻഡിൻ്റെ പുറകിലോട്ട് മമ്മി വന്നു. അതെന്താണ് നിമിത്തം എന്ന് എനിക്കറിയില്ല. ഞാനും മോനും പൊസിഷൻ മാറി പെട്ടെന്ന്. അപ്പം ഹസ്ബൻഡ് പുറകിൽ മമ്മി, അനിയൻ കുഞ്ഞ്, അതിൻ്റെ പുറകിൽ ഞാൻ, മോൻ. ഇങ്ങനെയായിരുന്നു പിന്നെ യാത്ര. ആ മുണ്ടക്കയത്തുനിന്ന് ഒരു 2 വളവ്, അതായത് പെരുവന്താനം എടുത്തിട്ടില്ല, മെഡിക്കൽ ട്രസ്റ്റിൻ്റെ ഇപ്പുറയുള്ള ഒരു വളവിൻ്റെ അവിടെ വെച്ചിട്ട് ഒരു ലോറീനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതായിരുന്നു സംഭവം. അവിടെ വെച്ചിട്ടുള്ള പിന്നെയുള്ള കാര്യങ്ങൾ എനിക്ക് ഓർമ്മയിലില്ല. പിന്നെ അനിയൻ കുഞ്ഞ് പറഞ്ഞുള്ള അറിവാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ വണ്ടി എന്ന് പറഞ്ഞ് അലറി എന്ന് പറയുന്നു, നേരെ ഇടിക്കുമായിരുന്നു. ഇടിച്ചപ്പോൾ മോൻ കയ്യിലിരുന്നുകൊണ്ട് മോനെ ചേർത്ത് പിടിച്ചത് കൊണ്ടായിരിക്കാം എൻ്റെ ഫേസ് ആണ് കംപ്ലീറ്റ് ഗ്ലാസ് പൊട്ടി ഫ്രണ്ടിലെ ബസ്സുമായിട്ടാണ് ഇടിക്കുന്നത്. നല്ലൊരു അപകടമായിരുന്നു. ആ സമയത്ത് കുഞ്ചും പെട്ടെന്ന് തന്നെ സീറ്റിൻ്റെ അടിയിലോട്ട് പോയി. ഞങ്ങളെല്ലാം കംപ്ലീറ്റ് ആ ബസ്സിൻ്റെ അടിയിലോട്ട് പോയി. ഇടിച്ച ബസ് മകരവിളക്കിന് ആന്ധ്രയിൽ നിന്ന് വന്ന ഒരു വലിയ അയ്യപ്പന്മാരുടെ ഒരു ബസ്സായിരുന്നു. എല്ലാവരും അയ്യപ്പന്മാരായിരുന്നു. എനിക്ക് അതിനുശേഷം അയ്യപ്പനെ ഇഷ്ടമില്ലായിരുന്നു. ഞാൻ അയ്യപ്പന്മാരെ നോക്കില്ലായിരുന്നു. കാരണം ആ ഇടിച്ച വണ്ടിയുടെ ഒരു
ബസ് എന്നെ കൊണ്ട് നേവിയുടെ ഓഫീസർ എന്നെ കാണിക്കുമ്പം ഞാൻ കാണുന്നത് അതിലിടിച്ച ആ ഫ്രണ്ടിലെ അയ്യപ്പൻ്റെ പിക്ചറിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ബസ്സിനും സംഭവിച്ചിട്ടില്ല, അയ്യപ്പനും സംഭവിച്ചിട്ടില്ല. ഞങ്ങളുടെ ലൈഫായിരുന്നു അവിടെ വെച്ച് ഛിന്നഭിന്നമായി പോവുകയാണ് ചെയ്തത്. അതായത് അനിയൻ കുഞ്ഞിന് ഒരു സൈഡിലെ റിബ്സ് മുഴുവൻ പോയി, ലിവർ ഡാമേജ്, എൻ്റെ ഫേസ് സബറക്കിനോട് ഹെമറേജ് ഡാമേജ്, എൻ്റെ മോൻ കംപ്ലീറ്റ് ഫീമർ ഒടിഞ്ഞ് അവനും തല മുഴുവൻ ക്ലോട്ടായിട്ട് അവൻ വീണു. ഹസ്ബൻഡ് 25 വയസ്സുള്ള ഒരാൾ അവിടെ സീറ്റിൽ ഇടിച്ച ഇടിയിൽ കിടക്കുന്നു. മമ്മി ഇപ്പുറം, ഇങ്ങനെയെല്ലാം പെട്ടെന്ന് ആ ബസ്സിൻ്റെ അടിയിൽ ഞങ്ങൾ കുറേ നേരം കിടന്നു എന്നുള്ളതാണ് പിന്നെ അറിഞ്ഞത്. ആ സമയത്ത് ഒരു ബിനോയ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മുണ്ടക്കയത്തുനിന്ന്, പുള്ളി ജോലിക്ക് മുണ്ടക്കയത്തിനോട്ട് അവിടുന്ന് പെരുവന്താനത്ത് നിന്ന് വന്ന വഴിക്ക് ഈ ആക്സിഡന്റ് കാണും. ഈ അയ്യപ്പന്മാരെല്ലാം ഇറങ്ങി ഓടി. ഈ ആക്സിഡന്റ് കണ്ടപ്പം അദ്ദേഹം അടുത്ത് വന്നപ്പോൾ ഈ കൊച്ചിൻ്റെ ഒരു ഞെരുങ്ങൽ കേട്ട് പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ എടുത്ത് ബൈക്കേലുള്ള പുള്ളിയുടെ നെഞ്ചത്ത് വെച്ചു എന്നാണ് ഞാൻ കേട്ടറിവാണ്. നെഞ്ചത്ത് വെച്ച് പുള്ളി മെഡിക്കൽ ട്രസ്റ്റിലോട്ട് പോയ വഴിക്ക് അവിടെ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്ത് അവിടെ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുട്ടീനെ ആദ്യം തന്നെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ അലനെ എത്തിച്ചിരുന്നു. അത് കഴിഞ്ഞ് പോലീസ് വരുന്നു. പോലീസ് വന്നിട്ട് വല്ലാത്തൊരു അപകടം, കാരണം പെട്ടെന്നൊന്നും എടുക്കത്തില്ല. അത് പിന്നെ കുറേ പണിപ്പെട്ട് ബസ്സിൻ്റെ അടിയിൽ നിന്ന് ഞങ്ങൾ ഓരോരുത്തരെ എടുക്കുകയാണ്. എടുത്തപ്പോൾ ആ സമയത്ത് ആംബുലൻസ് ഒന്നും അത്രമാത്രം മുണ്ടക്കയത്തില്ല. ഒരു ആംബുലൻസാണ് ഉള്ളത്. ആ ഒരു ആംബുലൻസിൽ എനിക്ക് തോന്നുന്നു ആദ്യം മമ്മീനെയും ഹസ്ബൻഡിനെയാണ് പെട്ടെന്ന് മെഡിക്കൽ കോളേജിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഞാൻ പിന്നെയും കൊച്ചും ഞാനും കുറേ നേരം വഴി കിടന്നു. പിന്നെ അടുത്ത ആംബുലൻസ് വന്നിട്ടാണ് ഞങ്ങളെ അടുത്ത ആംബുലൻസ് കയറ്റുന്നത്. ഈ സമയത്ത് അനിയൻ ഒരു കുട്ടിയായിട്ട് ഇഷ്ടമായിരുന്നു. അപ്പം അനിയൻ മരിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ചെറിയൊരു മെമ്മറി വന്നപ്പം പെട്ടെന്നൊരു ടാക്സിയെ കയറി ആ കുട്ടിയുടെ അടുത്തേക്ക് വേറെ വഴിക്ക് പോയി. അപ്പം ഡ്രൈവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഭയങ്കരമായിട്ടും പറ്റിയതാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അനിയൻ കുഞ്ഞ് മരിക്കാൻ പോവുമായതുകൊണ്ട് ലാസ്റ്റ് ആ കുട്ടിയെ ഒന്ന് കാണാൻ വേണ്ടി അനിയൻ കുഞ്ഞ് അങ്ങോട്ടും പോയി. പക്ഷെ അനിയൻ കുഞ്ഞിനാണ് ആദ്യമേ തന്നെ ആ കുട്ടിയുടെ അടുത്ത് ചെന്നതുകൊണ്ട് ആ കുട്ടി പെട്ടെന്ന് തന്നെ കാരിത്താസ് ഹോസ്പിറ്റലിൽ അനിയനെ ആദ്യമേ തന്നെ എത്തിച്ചു. പക്ഷെ ഞങ്ങൾ, മമ്മി, ഹസ്ബൻഡ്, ഞാൻ, കുഞ്ഞ്, ഞങ്ങളെ കൊണ്ടുപോകുന്നത് പോലീസുകാർ. അപ്പൊ ആദ്യം പോലീസുകാർ കൊണ്ടുപോയപ്പം പോകുന്ന വഴിക്ക് തന്നെ മമ്മി മരിച്ചു. കാരണം മമ്മിക്ക് ഹസ്ബൻഡിന്റെ തൊട്ട് പുറകിൽ മമ്മി ഇരുന്നുകൊണ്ട് ഇടി ആ സൈഡിൽ നിന്നായതുകൊണ്ട് മമ്മിയുടെ തലയിൽ ഒരു കമ്പി കയറിയും പെട്ടെന്ന് തന്നെ പാമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് മമ്മി മരിച്ചു എന്നാണ് അറിവ്. പക്ഷെ ഹസ്ബൻഡ് മെഡിക്കൽ കോളേജിൽ എത്തി. അന്നാണ് ഈ മെഡിക്കൽ കോളേജിൽ എത്തിയെക്കുറിച്ച് എനിക്ക് ശരിക്കും അവിടുത്തെ ഒരു അനുഭവം ഞാൻ കേട്ടറിഞ്ഞു. മെഡിക്കൽ കോളേജിൽ എത്തിയെങ്കിലും അത്രയും വലിയ ഒരു എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പാകത്തിനുള്ള ഒരു കാര്യങ്ങളൊന്നും അവിടെ ചെയ്തിരുന്നില്ല. കാരണം ഇത്രയും ബ്ലഡ് വാർന്നെത്തുന്ന ഞങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുക എന്ന് പറയുന്നത് ബ്ലഡ് കയറ്റുന്ന ഒരു പ്രൊസീജിയർ. ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഞങ്ങൾ ഓരോ ബെഡിൽ ഓരോരുത്തർ, കുഞ്ഞൊരു ബെഡിൽ, പിന്നെ ഞാൻ, പിന്നെ ഹസ്ബൻഡ്. അപ്പം ഇതൊക്കെ പിന്നെ കേട്ടറിഞ്ഞ് ഇവിടുന്ന് തൊടുപുഴയിൽ വരുന്നത് പപ്പ, എൻ്റെ മമ്മി, എനിക്ക് ഒരേ ഒരു ചേച്ചിയാണ്. ചേച്ചിയുടെ ഹസ്ബൻഡ്, ഇത്രയും പേരാണ് ഞങ്ങൾ. അവരെത്തുന്നത്, അപകടം നടക്കുന്നത് രാവിലെ 8:30, ഹോസ്പിറ്റലിൽ ഒരു 10:30 കൂടി എത്തി. പിന്നെ ഇവിടുന്ന് എത്തുന്നത് 2:30 ആകുമ്പോഴേക്കാണ് ഇവിടുന്ന് ആളുകൾ എത്തുന്നത്. അപ്പം ഇത്രയും ഒരു സമയത്തും അവിടെ ഞങ്ങൾ ആ എത്തി എങ്ങനെയാണോ അതേ അവസ്ഥയെ കിടക്കുക. പ്രത്യേകിച്ച് യാതൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് ആകെ ചെയ്തേക്കുന്ന ഒരു തുരുമ്പ് പിടിച്ച്, ഇങ്ങനെ ഒടിഞ്ഞു നുറുങ്ങിയ കാലമായതുകൊണ്ട് തുരുമ്പ് പിടിച്ച ഒരു കമ്പി ഇട്ടിട്ടുണ്ട്. അതായത് എല്ലുകൾ കൂടി ഇങ്ങനെ പെട്ടെന്ന് കൂടിച്ചേരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ അകത്തി വെക്കും. അങ്ങനെ ഒരു കമ്പി ഇട്ടിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ നിന്ന് ആളുകൾ വന്നു. പപ്പയും ചേച്ചിയൊക്കെ വന്നപ്പം ഓരോരുത്തരും ഇങ്ങനെ ഇട്ടേക്കോ. കുഞ്ഞിനെ ആദ്യമേ തിരിച്ചറിഞ്ഞു. അവൻ്റെ കഴുത്തിലൊരു വലിയ കൊന്ത ആരോ ഇട്ടിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ ടെസ്റ്റിംഗ് സിസ്റ്റേഴ്സ് ആയിരിക്കും. വലിയൊരു കൊന്തയൊക്കെ ഇട്ട് അവൻ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ പപ്പയെ കണ്ടതേ പപ്പ എന്ന് പറഞ്ഞ് അവൻ കരഞ്ഞു. അപ്പം അവന് മെമ്മറി പോകുന്നൊക്കെ പറഞ്ഞെങ്കിലും പപ്പയെ തിരിച്ചറിഞ്ഞു. അവന് മെമ്മറിക്കൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ കിടക്കണ കണ്ടിട്ട് എൻ്റെ ചേച്ചി തന്നെ പപ്പയോട് ചോദിച്ചു എന്നാണ് കേൾക്കുന്നത്, ഈ കിടക്കുന്ന ആളെയൊക്കെ ഇനി കിട്ടിയിട്ട് എന്തെടുക്കാനാണ്? കാരണം എൻ്റെ ചേച്ചി പോലും എന്നെ തിരിച്ചറിയാത്ത അവസ്ഥയായിരുന്നു. അതായത് ഈ മുയലിനെയൊക്കെ ഇടിച്ചിട്ട് ചതഞ്ഞ് കിടക്കുന്ന പോലെയാണ് എൻ്റെ ഫേസും. കംപ്ലീറ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇവിടെ നിന്ന് ഇത് വിട്ടുപോയി. മൂക്ക് 3ആയിട്ട് വിട്ടുപോയി കാർട്ടിലേജിന്ന്. ചുണ്ട് 3 പീസായി. പല്ല് ചുണ്ടിൻ്റെ അകത്തോടെ പുറത്തേക്ക് വന്നിട്ട് ഭയങ്കര ഒരു ഭീകരം. അതുവരെ എന്നെ കാണാൻ വലിയ കുഴപ്പമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. ഒരു ഭയങ്കര ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു. അത് കണ്ടിട്ട് ചേച്ചി പപ്പയോട് ചോദിച്ചു, ഇതിനെ കിട്ടിയിട്ട് ഇനി എന്ത് ചെയ്യാൻ? കാരണം അത് സ്വന്തം അനിയത്തിയാന്ന് എൻ്റെ ചേച്ചി അറിയില്ല, ചേച്ചി കുറ്റമല്ല. കാരണം ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സ് അന്ന് എനിക്ക് ഹസ്ബൻഡ് ലാസ്റ്റ് മേടിച്ചു തന്ന ഒരു ബ്ലൂ ഡ്രസ്സായിരുന്നു. അപ്പൊ അത് കംപ്ലീറ്റ് എന്താ പറയുക, ബ്ലഡ് ആയിട്ട് ആ ഡ്രസ്സ് ഐഡന്റിഫൈ ചെയ്യത്തില്ല, എന്നെ ഐഡന്റിഫൈ ചെയ്യത്തില്ല. പിന്നെ എങ്ങനെയോ എന്നെ ഇട്ടിരിക്കുന്ന എന്തോ
ലോക്കറ്റോ എങ്ങനെയോ വെച്ച് അവര് തിരിച്ചറിഞ്ഞു. അപ്പൊ തന്നെ തകർന്നു പോയി വീട്ടീന്ന്. പപ്പ തകർന്നു പോയി. എന്റെ പപ്പയൊന്നും ഞാൻ തകർന്നങ്ങനെ കണ്ടിട്ടില്ല. അപ്പം തകർന്നിരിക്കുന്ന പപ്പയോട് അവിടെ തന്നെയുള്ള ഒരു മെഡിക്കൽ കോളേജിൽ ഒരു അറ്റൻഡറാണ് പറഞ്ഞത്, "ഇങ്ങനെ ഇനി കിടത്തിയ" അതായത് ഹസ്ബൻഡ് പപ്പയെ കാണുന്നുണ്ട്. ലാസ്റ്റ് പപ്പ ഹസ്ബൻഡിന്റെ അടുത്ത് വരുമ്പം ഞാൻ മോനച്ചൻ എന്നാ വിളിക്കുന്നെ. മോനച്ചൻ പപ്പയോട് എന്തോ ഇങ്ങനെ പറയാൻ വരുന്നതായിട്ടാണ് പപ്പയാണ് ലാസ്റ്റ് ആ ഒരു ഇതിലോട് കൂടി പുള്ളി കാർഡിയാക് അറസ്റ്റോട് കൂടി മരിക്കുക. പപ്പയെ കണ്ടു, പുള്ളി മരിച്ചു. പിന്നെ എന്ത് ചെയ്യണംന്ന് അറിയാതിരിക്കുന്ന പപ്പയോട് അവിടുത്തെ തന്നെ ഒരു അറ്റൻഡർ പറയുകയാണ് ചെയ്തത്, "ഇനി ഇവിടെ ഇട്ടാ ചിലപ്പോ ഒരുപക്ഷേ ഇവരും മരിക്കും." കാരണം അതുപോലെ ബ്ലഡ് ഞാൻ ഓ നെഗറ്റീവ് ആണ്. ബ്ലഡ് കേറ്റിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ അതിലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. എൻ്റെ മമ്മിയുടെ അനിയത്തിയുടെ മോൻ്റെ ഒരു കസിൻ. പുള്ളിയൊക്കെ പറഞ്ഞപ്പം മാതാ ഹോസ്പിറ്റലിൽ അന്നേരം സ്റ്റാർട്ടിംഗ് സ്റ്റേജാണ്. ഈ മാതാ ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. എമർജൻസിക്കുള്ള അത്യാവശ്യ ട്രീറ്റ്മെന്റ് അവര് ചെയ്യും. അതൊരു ഡോക്ടേഴ്സ് നടത്തുന്ന ഒരു ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു. അപ്പൊ മാതാ ഒന്നും അന്നാരും കേട്ടിട്ട് പോലുമില്ല. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും ആ സമയത്ത് എൻ്റെ ചേച്ചിയുടെ ഒരു റിലേറ്റീവ് അവിടെ ഡെലിവറി ആയിട്ട് കിടപ്പുണ്ടായിരുന്നു. അവര് പെട്ടെന്ന് തന്നെ അവിടെ ഇൻഫോം ചെയ്തു. ഞങ്ങൾ ഇവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് അവിടെ എത്തുമ്പോഴേക്കും തന്നെ പെട്ടെന്ന് തന്നെ അവര് സെക്യൂരിറ്റിയും എല്ലാവരും റെഡിയാക്കി നിൽക്കുവാ സ്ട്രക്ചറിൽ ഞങ്ങളെ റിസീവ് ചെയ്യാനായിട്ട്. അവിടുന്ന് എന്നെയും കൊച്ചിനെയും റിസീവ് ചെയ്തു. അവിടെ ചെന്ന ഉടൻ തന്നെ ഒരു ഡോക്ടർ അല്ല വന്നത്. എല്ലാ ഡോക്ടേഴ്സിന്റെയും പേര് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ പല്ല് ചെയ്ത ഡോക്ടർ എൽദോസ്, എൻ്റെ മൂക്കിന്റെ ഡോക്ടർ മനോജ്, എൻ്റെ കാല് ഡോക്ടർ രാജേഷ്, എൻ്റെ തലയുടെ ചെയ്തേക്കുന്നത് കാരിത്താസിന്ന് വന്ന ഡോക്ടർ ജയകുമാർ, അതുപോലെ എൻ്റെ ഫേസ് ചെയ്തേക്കുന്ന ഡോക്ടർ ജയചന്ദ്രൻ. ഇങ്ങനെയുള്ള ഡോക്ടേഴ്സ് വന്നിട്ട് ഡിസ്കസ് ചെയ്യുക എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് ആദ്യം അവർ ചെയ്യാൻ ശ്രമിച്ചത്, കാരണം ഈ ക്ലോട്ട് ആയതുകൊണ്ട് എനിക്ക് ബ്രീത്ത് ഒന്നും എടുക്കത്തില്ല. അപ്പം ആദ്യം ഇവിടം തുളയ്ക്കാനുള്ള ഒരു പരിപാടിയാണ് ആദ്യം പ്ലാൻ ചെയ്തത്. അപ്പോഴും ചേച്ചി അന്നേരം പറയുന്നുണ്ട്, ഞാൻ അത്യാവശ്യം അന്നും ഇച്ചിരി കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ്. അപ്പൊ അങ്ങനെ ചെയ്യണ്ട, അവൾ എങ്ങാനും തിരിച്ചു വന്നാൽ അത് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും, അത് ചെയ്യാതെ ചെയ്യാനുള്ള കാര്യം. അപ്പൊ അവര് ആദ്യം തന്നെ ഈ കംപ്ലീറ്റ് കമ്പികൾ ഇട്ട് ഇതെല്ലാം കൂടി അങ്ങോട്ട് ഫിക്സ് ആക്കി. എന്നിട്ട് മൂക്കി കൂടി പിന്നെ ചെയ്ത അകത്തേക്കുള്ള രീതിയിലുള്ള എന്തോ പെട്ടെന്ന് ചെയ്തു. കമ്പിയാണ് ഈ മാൻഡിബിളും പല്ലും തമ്മിൽ പിടിപ്പിക്കുക ആദ്യം ചെയ്തു. പിന്നെ മൂക്കിന്റെ അകത്തൊക്കെ പഞ്ഞി കയറ്റി, അതായത് മരിക്കുന്നതിന് മുമ്പ് തന്നെ മൂക്കി പഞ്ഞി കയറ്റിയ ഒരു അവസ്ഥ. പിന്നെ അതുപോലെ കാലൊന്നും അവർ ചെയ്തില്ല, കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ലായിരുന്നു എൻ്റെ കാല്. കംപ്ലീറ്റ് ഫീമർ ഇങ്ങനെ ബസ് അമക്കിയത് കൊണ്ട് ഫീമർ പൊടിഞ്ഞു പോയി. ഒന്നും ചെയ്യത്തില്ല, ഡോക്ടേഴ്സ് ഒന്നും ചെയ്യത്തില്ലാത്തൊരവസ്ഥയില്. അപ്പൊ ഫേസിലാകെ പല്ല് പിടിപ്പിച്ചു, മൂക്കിൽ പഞ്ഞി വെച്ചു, ഇത്രയും ചെയ്തു. അത് കഴിഞ്ഞ് അത് തന്നെ ഐസിയുലോട്ട് അന്ന് അതൊക്കെ ചെയ്തിട്ട് ഐസിയു മാറ്റി. പിന്നെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല 2-3 ദിവസത്തേക്ക്. അങ്ങനെ ഒരു 3 ദിവസം മോനച്ചൻ്റെ ബോഡി വെയിറ്റ് ചെയ്യിപ്പിച്ചു എന്നെ അറിയിക്കാനായിട്ട്. പക്ഷെ എനിക്കും ഓർമ്മ വരുന്നില്ല. 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും മോനച്ചന് നല്ല ഇടി കിട്ടിയൊരു ഇതായതുകൊണ്ട് പിന്നെയും വെച്ചാൽ ബോഡി ഡീക്കേ ആവുന്നുള്ള അവസ്ഥ വന്നതുകൊണ്ട് എന്നെ അറിയിക്കാതെ തന്നെ ബോഡി അടക്കി. ആ ഒരു സമയത്തും ഞാൻ അറിഞ്ഞിട്ടില്ല. അടക്കി കഴിഞ്ഞിട്ടും എന്നോട് പറയെങ്കിലും പിന്നെ എന്നോട് ഈ സംഭവങ്ങളെല്ലാം പറയുന്നത് കാരിത്താസിലെ ന്യൂറോ ഡോക്ടറാണ്, ഡോക്ടർ ജയചന്ദ്രൻ. നീമ ഒരു യാത്ര പോവുകയായിരുന്നു. അപ്പൊ എന്നോട് ഒന്നേന്ന് പറഞ്ഞു തരിക, എനിക്ക് ഒന്നും അറിയില്ല. ആ അവസ്ഥയിൽ ഞാൻ കിടക്കുമ്പം ഡോക്ടർ വന്ന് ഈ നടന്ന കാര്യങ്ങൾ എനിക്കൊന്നും ഓർമ്മയില്ല. പറയാ, നീമ ഒരു യാത്ര പോവുകയായിരുന്നു. അപ്പൊ അതിന് മുമ്പ് ഒരു സംഭവമുണ്ട് കൃത്യമായിട്ട്. ഞാൻ ഐസിയുയിൽ കിടക്കുന്ന 3-ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് അതൊന്നും ഓർമ്മയില്ല. പക്ഷെ എനിക്ക് മെമ്മറിയിലോട്ട് വരുന്ന സംഭവം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ കിടക്കുമ്പം ഞാനിങ്ങനെ ഹസ്ബൻഡിന്റെ കൈ പിടിച്ച് ആകാശത്തോട്ട് പോകുന്ന പോലെ ഒരു ഫീൽ എനിക്ക് വരികയും ഹസ്ബൻഡ് കൈ വിടുന്നതായിട്ട് ഞാൻ കാണുവാണ്. പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ കണ്ണ് തുറക്കുമ്പോഴാണ് ശരിക്കും ഡോക്ടേഴ്സ് ഇങ്ങനെ എൻ്റെ അടുത്തിരുന്നിട്ട്, അന്നേരമാണ് ഞാൻ ഡോക്ടർമാരെ കാണുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്താണ് സംഭവം എന്നൊന്നും എനിക്ക് പിടികിട്ടുന്നില്ല. അപ്പോഴാണ് ഡോക്ടർ ജയകുമാർ എന്നോട് പറയുക, ഞാൻ എവിടെയാന്ന് ചോദിക്കുന്നുണ്ട്. നീമ ഒരു യാത്ര പോയതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആണോ? ഞാൻ ചോദിക്കുന്നുണ്ട് ആരൊക്കെയുണ്ട്? അപ്പൊ ഹസ്ബൻഡ് ഉണ്ട്, കുഞ്ഞുണ്ട്. അപ്പൊ ഇങ്ങനെ പതുക്കെ പതുക്കെ പറയാ. ഇവര് പറയുമ്പോഴും എനിക്ക് സെഡേഷൻ തന്നുകൊണ്ടാ പറയും. അത് കഴിഞ്ഞു, അതായത് എനിക്ക് അതിന്റെ ആ ഒരു കറക്റ്റ് എക്സാക്ട് ഞാൻ ഇമോഷൻ, കാരണം എൻ്റെ എല്ലാം ഇവിടെ എന്താ പറയുക, ബോണൊക്കെ കരയാതിരിക്കാനുള്ള രീതിയിൽ അവരിത് പറയും. അപ്പം ഡോക്ടർ ജയകുമാർ പറയുന്നുണ്ട്, യാത്ര പോയതാണ്. ആ യാത്രയില് ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, കുഞ്ഞുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ പറഞ്ഞു. എനിക്കത് ഞാൻ ഉൾക്കൊള്ളാൻ വരുമ്പോഴേക്കും അവരെനിക്ക് സെഡേഷൻ തന്നു. ഞാൻ മയങ്ങിപ്പോയി. അത് റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ പതുക്കെ പതുക്കെ ഞാൻ ആ അവസ്ഥയിലോട്ട് അക്സെപ്റ്റ് ചെയ്തില്ല എൻ്റെ മനസ്സിൽ. കാരണം ഞാൻ പറഞ്ഞ ആ വെള്ള പാന്റും പിസ്ത ഷർട്ടും ഇട്ട ഹസ്ബൻഡ്.
അപ്പൊ തിരിച്ചു വരും ഇതുണ്ടായിട്ടുണ്ടാവില്ല. കാരണം എനിക്ക് പുള്ളി നേവിയിലെല്ലാം പുള്ളി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് എനിക്കത് തിരിച്ചു വരും. ഇങ്ങനൊന്നും ഇതൊക്കെ ന്യൂസിൽ കാണുന്ന ഒരു കാര്യം, പത്രത്തിൽ കാണുന്ന ഇതൊന്നും എൻ്റെ ലൈഫിൽ വരില്ല എന്നാണ് ആ പ്രായം വരെ ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ എനിക്കത് അപ്പം എൻ്റെ വിചാരം കൊച്ച് വേറെ ഐസിയുലാണ് കിടക്കുന്നത്. കൊച്ചുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം പിന്നെ ഞാൻ ലാസ്റ്റ് ചോദിച്ചു, "മോനുണ്ടോ?" അന്നേരം എൻ്റെ ഒരു റിലേറ്റീവ് തന്നെ ഹാൻഡി ക്യാം അന്നൊരു ഹാൻഡി ക്യാമിൽ കൊച്ചിനെ ഇങ്ങനെ കൊണ്ട് കാണിക്കും. മുഖത്തൊക്കെ എല്ലാം പോയി. അപ്പോൾ അവനെ ഞാൻ കണ്ടു. അപ്പോൾ കൊച്ചുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ ഐസിയുയിൽ കിടന്ന് എപ്പോഴും കരയുമായിരുന്നു. "മോൻച്ചാ, മോൻച്ചാ" എന്ന് പറഞ്ഞ് എൻ്റെ കരച്ചിലില് ആ ഒരു വേർഡായിരുന്നു എപ്പഴും. അത് കഴിഞ്ഞപ്പം എനിക്കതിപ്പോഴും മറക്കാൻ പറ്റില്ല. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞെങ്കിലും. അപ്പം ആ സമയത്ത് ഒരു ഡോക്ടർ എനിക്ക് മറക്കാൻ പറ്റില്ല. അനസ്തിയോളജിസ്റ്റ് ആണ് ഡോക്ടർ തോമസ്. ആ ഡോക്ടർ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഡോക്ടർ തോമസ് അടുത്ത് വന്നിട്ട് പറഞ്ഞു, "നീമ ഒരു യാത്ര പോയതായിരുന്നു. ആ യാത്രയില് നീമയുടെ കോ പാസഞ്ചർ ആയിരുന്നു ഹസ്ബൻഡ്. അപ്പം പുള്ളിക്ക് യാത്ര തീരാറായപ്പോൾ പുള്ളി ഇറങ്ങിപ്പോയി. പക്ഷെ നീമയുടെ യാത്ര തുടരുകയാണ്. കാരണം നീമയുടെ യാത്രയില് നീമയ്ക്ക് ഒരു കുഞ്ഞി കൂട്ടുകാരനെയും കൂടി കിട്ടി. നീമയുടെ കൊച്ച്. ആ യാത്ര തുടരണം എന്ന് പറയും." അതുവരെ ഭയങ്കരമായിട്ടും കരഞ്ഞിരുന്ന ഞാൻ ആ ഒരു ടോക്ക് എനിക്ക് ഭയങ്കര എന്താ പറയാ ഒരു ഇൻസ്പിറേഷനായി. പിന്നെ ഞാൻ കരഞ്ഞില്ല. കരഞ്ഞുണ്ട്. പക്ഷെ ആ ഒരു രീതിയിൽ നിന്ന് മരിക്കണം എന്നുള്ള ചിന്തയിൽ നിന്ന് എനിക്ക് കുഞ്ഞിനെ അവനുണ്ട് എന്നുള്ള ഒരു ഇതിന്ന് എനിക്ക് വന്നു. പിന്നെ അവിടുന്ന് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ മാതാ ഹോസ്പിറ്റൽ ഇത്രയും സംഭവിച്ചതാണ്. ഞാൻ ഫേസ്ബുക്കിൽ ഇതിനെ റിലേറ്റ് ചെയ്തൊരു പോസ്റ്റ് ഇട്ടപ്പോൾ പലരും എന്നെ ക്രിട്ടിസൈസ് ചെയ്തു. ഇത്ര അപകടം പറ്റിയ ഒരാള് ഒരാഴ്ച കൊണ്ട് ഡിസ്ചാർജ് ചെയ്യും. ശരിക്കും എന്നെ ഡിസ്ചാർജ് ചെയ്തു. കാരണം അവര് ചെയ്ത ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് മൂക്കില് സർജറി ചെയ്തു. ചുണ്ടിന്റെ അകത്ത് കുറച്ച് അകത്ത് കേറിയ മണലൊക്കെ എടുത്ത് അത് സർജറി ചെയ്തു. ബാക്കിയുള്ള കാര്യങ്ങൾ അവര് പറഞ്ഞു നീമയുടെ ബോഡി യങ് ആയതുകൊണ്ട് അത് ബോഡി തന്നെ റിക്കവർ ചെയ്യുമോന്ന് നോക്കട്ടെ. അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആംബുലൻസില് ഒരു സ്ട്രെച്ചറെ കൊണ്ടുവന്നിട്ട് ഈ തുണിക്കകത്ത് കിടത്തി കുറേ പേര് തുണിക്കകത്തോടെ പിടിച്ചാണ് എന്നെ ഈ മുറിയിൽ കയറ്റി കിടത്തുന്നത്. കാരണം അല്ലാതെ എടുക്കത്തില്ല. ഞാൻ എല്ലാം ഒടിഞ്ഞു നുറുങ്ങി നിൽക്കുകയാണ്. അങ്ങനെ കയറ്റി അനങ്ങാണ്ട് ഞാൻ കിടന്നു. ആം, എൻ്റെ അതിൽ മറക്കാൻ പറ്റാത്ത എൻ്റെ പപ്പ, ചേച്ചി, മമ്മി അവരുടെയൊക്കെ ഒരു ഒരു കെയർ കൊണ്ടാണ് ഞാൻ നോർമൽ ലൈഫിലോട്ട് വന്നത്. ഈ ഇടയ്ക്ക് എന്നെ ഞാനൊരു ഫേസ്ബുക്കിൽ മെഡിക്കൽ കോളേജ് റിലേറ്റീവ് പോസ്റ്റ് ഇട്ടപ്പം എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് VHSC വർക്ക് ചെയ്ത് ഈ പോസ്റ്റ് കണ്ടിട്ട് എന്നെ വിളിച്ചു അനസ്. അപ്പം അനസ് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, "നീമ ടീച്ചറിനെ ഞാൻ കാണാൻ വന്ന ഓർക്കുന്നുണ്ടോ?" അപ്പം നീമയുടെ പപ്പ വന്നിട്ട് ഫ്രണ്ടിൽ വന്ന് പറയും, കാണാൻ വരുന്നവരോട് പറയും, "നീമ ടീച്ചറിന്റെ മുമ്പിൽ ചെന്ന് ചിരിച്ചേ സംസാരിക്കാവുള്ളൂ. നീമ ഫേസ് എങ്ങനെയാന്നൊക്കെ ചോദിച്ചാ ഒന്നും പറ്റിയില്ല എന്ന് പറയണം. കാരണം ഇവിടുത്തെ കുഞ്ഞി കണ്ണാടിയെല്ലാം പപ്പ എടുത്തു മാറ്റി പൊട്ടി. കുഞ്ഞി കണ്ണാടിയൊന്നുമില്ല. ഫേസ് എങ്ങനെയാന്ന് എന്നെ ആരും കാണിച്ചു തരത്തില്ല. എനിക്ക് എണീറ്റ് പോകത്തുമില്ല. ഇങ്ങനെ കിടന്ന കണ്ട. അപ്പം ചിരിച്ചോണ്ട് ഒന്നും പറ്റിയില്ലെന്നേ നിങ്ങൾ പറയാവുള്ളൂ എന്ന് എൻ്റെ പപ്പ അനസിനോട് പറഞ്ഞു എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള അതായത് ഇവരെല്ലാം എനിക്കൊന്നും പറ്റിയില്ല. ചേച്ചിയാണ് ഒന്നും പറ്റിയില്ല. ചെറിയ 2 പാട് മുഖത്തുള്ളൂ എന്ന് പറയും. ഒന്നും പറ്റിയില്ല. പക്ഷെ എൻ്റെ കംപ്ലീറ്റ് എൻ്റെ ഫേസ് ഡാമേജ് ആയി. ഞാൻ ചിലര് ഇവിടെ വന്നിട്ട് പുറത്തിരുന്ന് സംസാരിക്കുന്ന എനിക്ക് കേൾക്കാം. "നീമ എങ്ങനെയുള്ള കൊച്ചായിരുന്നു. അത് ഇങ്ങനെയായി പോയല്ലോ." അങ്ങനെ ഒരുപാട് പറയുന്നതൊക്കെ കേൾക്കുന്നു. ഒരു കുട്ടി എൻ്റെ ക്ലാസ്മേറ്റ് മാതാ ഹോസ്പിറ്റലിൽ കാണാൻ വന്നിട്ട് അവള് പെട്ടെന്ന് ബോധം കെട്ട് വീണു. ഇങ്ങനെയൊക്കെ കാണുന്ന അവസ്ഥയിൽ എനിക്ക് ഏകദേശം മനസ്സിലായി. എൻ്റെ മുഖം കംപ്ലീറ്റ് ചേഞ്ച് ആയി പോയി എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ എൻ്റെ മമ്മിയുടെ അമ്മച്ചി എപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഫേസിന്റെ കാര്യം ഇങ്ങനെ കാലൊക്കെ ശരിയാകാനായിട്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 3 ആഴ്ച കഴിഞ്ഞ് മാതാ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയി കഴിഞ്ഞപ്പം ഡോക്ടർ മനോജ് ഈ മൂക്കിലെ പഞ്ഞിയൊക്കെ എടുത്തിട്ട് "നീമ ഈ കോൺക്രീറ്റ് വാർക്കയൊക്കെ പണിതിട്ട് കോൺക്രീറ്റ് എടുക്കുന്നു. നമുക്ക് നോക്കാം. ഈ മൂക്ക് ശരിയാവോന്ന് നോക്കാം" എന്ന് പറഞ്ഞ് പഞ്ഞി എടുക്കുന്നുണ്ട്. അപ്പഴും ശരി. പക്ഷെ ആ മൂക്ക് പതുക്കെ ശരിയായി. പക്ഷെ അന്നേരം ശരിക്കും മാർക്കിങ് ഉണ്ടായിരുന്നു. മൂക്ക് ഇച്ചിരി വിടർന്നു പോയി. ഇതൊക്കെ ചുണ്ട് പക്ഷെ അന്നേരം വൃത്തികേടായിട്ട് ഇങ്ങനെ കൂട്ടി ഇങ്ങനെ ഇരിക്കുവായിരുന്നു. ഒരു മഹാവൃത്തികേടായിരുന്നു എൻ്റെ മുഖം. അപ്പം പപ്പ പിന്നെയും പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു 4 മാസം കഴിഞ്ഞ് പിന്നെയും ഒരു മൈക്രോ വാസ്കുലർ സർജറി ചെയ്യുവാണ്. ഇവിടുന്ന് വിടിയിച്ചിട്ട് പഴയ ഫോട്ടോ നോക്കിയിട്ട് ആ ഫേസ് പിന്നെയും ഒന്ന് താഴോട്ട് ആക്കി. അങ്ങനെ വന്നപ്പോ എൻ്റെ ചുണ്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടുകയും നാക്ക് ഒരു ഒരു പഴയ ഒരു ഷേപ്പിലോട്ട് ഞാൻ മാറാൻ തുടങ്ങി. പിന്നെ ഇതിന്റെ അകത്ത് ചുണ്ടിന്റെ അകത്ത് വീർത്തിരുന്നത് സർജറി ചെയ്ത് കുറച്ചുകൂടെ പഴയ ഷേപ്പിലോട്ടൊക്കെ ഞാൻ പതുക്കെ വന്നു. ഇപ്പൊ അതിന്റെ മാർക്കിംഗ് ആയിട്ട് എനിക്ക്
ഈ 2 മാർക്കിംഗ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പതുക്കെ പതുക്കെ മാറി പഴയ ഒരു കംപ്ലീറ്റ് ആയില്ലെങ്കിൽ പോലും പഴയ ഒരു ഷേപ്പിലോട്ട് ഞാൻ ഒരു 1, 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും വന്നു. 6 മാസം കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഒരു 4 മാസം കഴിഞ്ഞ് ബോൺ ഗ്രാഫ്റ്റിംഗ് ചെയ്യാണ്. എൻ്റെ ഹിബ് അത് 3 മാസം കഴിഞ്ഞ് ഞാൻ ഡോക്ടർ രാജേഷിനെ കാണുമ്പോൾ ചോദിക്കുക, "ഡോക്ടർ ഞാൻ നടക്കുമോന്ന്?" ചോദിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, "നടക്കണല്ലോ, അതിനാണല്ലോ നമ്മൾ ചെയ്യണേന്ന്" പറഞ്ഞു. അപ്പോഴും ആ ഡോക്ടറുടെ ഇതിന്ന് എനിക്ക് മനസ്സിലായത് നടക്കാൻ ബുദ്ധിമുട്ടാണ് ഇനി ഞാൻ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. മോന് കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അവന് 2ാം മാസത്തിൽ കമ്പി ഇട്ട് 2ാം മാസമായപ്പോഴേക്കും അവൻ്റെ കമ്പി എടുത്തു. അന്നേരം അവനെ കംപ്ലീറ്റ് പ്ലാസ്റ്റർ ഇട്ടേക്കുവാ. അതായത് ഒരു റോബോട്ടിനെ ഇട്ടേക്കണ പോലെ കംപ്ലീറ്റ് പ്ലാസ്റ്റർ. കൊച്ചിനെ കൊണ്ടേ കിടത്തും, കൊച്ചിനെ എടുക്കും. ഇത് മുഴുവൻ ചെയ്തത് എൻ്റെ പപ്പയാ. പപ്പ എടുത്തോണ്ട് പോവും, പപ്പ ചെയ്യും. അവനെ ഭയങ്കര ഒരു മാസം കംപ്ലീറ്റ്, കാരണം കൊച്ചായതുകൊണ്ട് കൊച്ച് അനങ്ങും എന്ന് പറഞ്ഞിട്ട് ഫുൾ പ്ലാസ്റ്ററിങ് ഇട്ടേക്കും. മൂത്രം ഒഴിക്കുന്നിടത്ത് മാത്രം ഒരു ഓപ്പണിങ് അത്രയും അവന് ചെയ്തിട്ടുള്ളൂ. ആ ഒരു മാസം കൊണ്ട് അവൻ പെട്ടെന്ന് റിക്കവറായി. പക്ഷെ എനിക്ക് പിന്നെ 3ാം മാസത്തിലാണ് ബോൺ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത്. ഹിപ്പ് ബോണിൽ നിന്ന് എടുത്ത് ഫീമറിന്റെ അവിടെ കുറച്ച് ബോൺ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പതുക്കെ ബോൺ സെറ്റ് ആകാൻ തുടങ്ങി. അങ്ങനെ ഡോക്ടർ ഒരു 4-5 മാസത്തിൽ പറയണം നമുക്ക് കമ്പി ഇടാം, സെറ്റ് ആവുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ കമ്പി ഇടുക. പിന്നെ ഞാൻ പതുക്കെ ഓക്കറെ നടക്കാൻ തുടങ്ങിയാണ്. അന്നേരമാണ് ഞാൻ എൻ്റെ മുഖമൊക്കെ 4-5 മാസം നടക്കാറായി കഴിയുമ്പോഴാണ് ഇതൊക്കെ ശരിക്കും അതുവരെ ഞാൻ ബെഡിൽ തന്നെയാണ് എല്ലാ കാര്യവും. ഞാൻ ഫേസ് ഒക്കെ കാണുന്നതും അന്നേരത്തേനും ഞാൻ ഇതൊക്കെ ഏകദേശം ഉൾക്കൊണ്ടു ഈ കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ അവിടുന്ന് വോക്കിംഗ് സ്റ്റിക്കേലൊക്കെ ആയിരുന്നു നടക്കുന്നത്. അങ്ങനെ 6 മാസം കഴിഞ്ഞപ്പോൾ പപ്പ പറഞ്ഞു ജോലിക്ക് പോണം. അത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഗവൺമെന്റ് VHSC. അപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട് ഈ പപ്പ എന്നെ ഇങ്ങനെ പറയണേ. അപ്പൊ പപ്പ പറയണത് വീട്ടിലിരുന്നാൽ ആവശ്യമില്ലാത്ത ചിന്തകളും വിഷമങ്ങളും കൂടുന്നു, പോണം. അങ്ങനെ ഞാൻ പപ്പയുടെ കൈ പിടിച്ച് ഇവിടുന്ന് ഞങ്ങളുടെ ഇതിലെ തന്നെയാണ് നീമ ബസ്. ആ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുക. കാലിന് അത്രയ്ക്ക് ബലമൊന്നുമില്ല. പപ്പയുടെ ഹെൽപ്പോട് കൂടി അവിടെ നിൽക്കുമ്പോൾ ബസ് വരും. അന്നൊക്കെ എനിക്കൊന്ന് സ്റ്റെപ്പേലൊക്കെ ഇരുന്നാണ് ഞാൻ കയറുന്നത്. അത് ഞാൻ വളരെ ആക്റ്റീവായിട്ട് നടന്ന ഒരാളുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. സ്റ്റെപ്പിൽ ഇരുന്ന് കയറുമ്പോഴേക്കും ആരെങ്കിലും ഫ്രണ്ടിൽ നിന്ന് ഏറ്റു മാറും. ഞാൻ അവിടെ ഇരിക്കും. പിടിച്ച് പപ്പ ഇറക്കി അങ്ങനെ സ്കൂളിൽ ചെല്ലും. സ്കൂളിൽ ചെല്ലുമ്പോൾ എല്ലാവർക്കും ക്യൂരിയോസിറ്റി. ഒപ്പിടാൻ വന്ന ഹെഡ് മാസ്റ്റർ പോലും അതായത് അത്ര രീതി ഞാൻ ചേഞ്ച് ആയിപ്പോയി. അത് കഴിഞ്ഞ് പിള്ളേരെല്ലാം വന്ന് നോക്കുന്നു. പിന്നെ പിന്നെ എൻ്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ആ സ്കൂളാണ്. ഞാൻ ആ സ്കൂളിൽ പഠിപ്പിക്കുമ്പം ഞാൻ അവിടെയുള്ള ഓരോ കുട്ടികളെയും ഓരോ സാധാരണക്കാരായ ട്രൈബൽ ഏരിയയിൽ നിന്ന് സ്റ്റൈഫൻഡ് കിട്ടാൻ വരുന്ന പിള്ളേര്, അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് പഠിക്കാൻ വരുന്ന പിള്ളേര്, ഇങ്ങനെയുള്ള പാവപ്പെട്ട പിള്ളേരുടെ പല കാര്യങ്ങളും കണ്ടിട്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം ഗവൺമെന്റ് VHSC മൂലമറ്റമാണ്. എന്നെ ഏറ്റവും കൂടുതൽ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവന്നത് ആ കുട്ടികളുടെ വേദനകൾ കാണാനും കേൾക്കാനുമുള്ള അവസരങ്ങളാണ്. ഞാൻ ആ സമയത്ത് മൂലമറ്റത്തെ ഹെഡായിരുന്നു. പല കാര്യങ്ങളും പിള്ളേരോട് സംസാരിക്കുകയും അവരുടെ വേദനകൾ കേൾക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് പ്രത്യേകിച്ച് കൂടുതലൊന്നും സംഭവിച്ചില്ല. എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും എനിക്കും അതിനേക്കാൾ കൂടുതൽ അനുഭവിക്കുന്ന ഒരു ചുറ്റുപാടും ഉണ്ടെന്നൊക്കെ എനിക്ക് കുറച്ച് മനസ്സിലായി. പിന്നെ ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ട് പിന്നെ ഞാൻ ഓരോ സമയത്തും ഓരോന്നും പഠിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് ഡെന്റൽ കോളേജിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്തു. തൊടുപുഴ അലസ ഡെന്റൽ കോളേജ്. ആ ഒരു ഇതിന്ന് പിന്നെ ഞാൻ ലൈഫിനൊരു ചേഞ്ച് വന്നപ്പോൾ ഞാൻ കുവൈറ്റിൽ പോവുകയാണ്. കുവൈറ്റിൽ പോയി. അവിടെ ചെന്നപ്പോൾ 10 മാസം എൻ്റെ മോൻ എന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. അപ്പൊ അവന് ഭയങ്കരമായിട്ടും പല പ്രശ്നങ്ങളും കാണിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ അവൻ എന്നെ മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ പല വിഷയം ഉണ്ടാക്കി. അങ്ങനെ 2007 അപകടം. ഞാൻ 2013 കുവൈറ്റിൽ പോണത്. അവന് 10 വയസ്സായ ശേഷം. അപ്പൊ അങ്ങനെ അവൻ്റെ ഒരു ബുദ്ധിമുട്ടും അവനെ മിസ് ചെയ്യുന്നത് എനിക്കും ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെ ഞാൻ കുവൈറ്റിൽ പോയതിൻ്റെ 10ാം മാസം ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് തിരിച്ചു വരും. തിരിച്ചു വരുന്ന ആ ഒരു വരവിലാണ് ഞാൻ പിന്നെ 2ാമത് കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിച്ച ഹസ്ബൻഡിന്റെ വൈഫും ഒരു അറ്റാക്കിൽ മരിച്ചുപോയ ഒരാളായിരുന്നു. അങ്ങനെ എൻ്റെ അതേ ഒരു പെയിൻ അനുഭവിച്ച ഒരാളെ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇതിലും ലൈഫിൽ ഓരോ ട്വിസ്റ്റിൽ കൂടി ഞാൻ കടന്നു പോകുന്നത്. എനിക്ക് ഏകദേശം ഒരു 13 സർജറി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാൻ കാരണം എൻ്റെ 28ാമത്തെ വയസ്സിൽ എൻ്റെ സർജറി, അതായത് ഈ തുടരെ സർജറിയുടെ ഫലമായിട്ട് എൻ്റെ ഒരു ഓവറി എടുത്തു കളഞ്ഞിട്ടുണ്ട്. 28ാമത്തെ വയസ്സിൽ ഒരു ഓവറിയും ഫെലോപ്പിൻ ട്യൂബും. ആ സമയത്ത് ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെ ഇത് മതിയായില്ല ഇത്രയും സർജറി ചെയ്തിട്ടും എന്ന് ഞാൻ ശപിച്ചിട്ടുണ്ടെന്ന് വേണേൽ തന്നെ പറയാം. ഇപ്പൊ അയ്യപ്പനെ ഇഷ്ടമില്ലായിരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ദൈവത്തോടും. പക്ഷെ ഞാൻ 7 വർഷത്തിന് ശേഷം 2014 ഞാൻ വിവാഹം ചെയ്തതിന്റെ 1 മന്ത് ഞാൻ പ്രഗ്നന്റ് ആവുമ്പം ഹോസ്പിറ്റലിൽ സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഈ ട്വിൻ പ്രഗ്നൻസി എന്നാണ് പറയുന്നത്. പക്ഷെ എന്നും ആക്സിഡന്റും പ്രശ്നങ്ങളും ഉള്ള ഞാൻ കേൾക്കുന്ന 2 പ്രഗ്നൻസി.
അപ്പൊ തന്നെ ഞാൻ വിളിച്ചിട്ട് മോനോട് ഹസ്ബൻഡിനോട് പറഞ്ഞു, "വേഗം വാ, 2 പ്രഗ്നൻസി, ഇനി അടുത്ത ട്യൂബും എടുത്ത് കളയുവാൻ പോവാന്നാ തോന്നുന്നേ" എന്നാണ് ഞാൻ വിളിക്കുന്നത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോ ഹസ്ബൻഡിനോട് ഡോക്ടർ പറയുന്നത് ട്വിൻ പ്രഗ്നൻസി. അപ്പൊ ഞാൻ ശരിക്കും എനിക്കറിയില്ല. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ആ സമയത്ത് ഭയങ്കരമായിട്ടും ദൈവത്തെ എന്തിനാണ് എന്നോട് ഇങ്ങനെ എന്നൊക്കെ നമ്മൾ ചോദിക്കും. എന്താണ് ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. പക്ഷെ പിന്നെ നമ്മൾ ചില കാര്യങ്ങൾ വരുമ്പം ഇങ്ങനെയും ഇതിനിങ്ങനെ മാറ്റമുണ്ടോ? ഇങ്ങനെയും ഒരു കാര്യങ്ങൾ ചേഞ്ച് ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു. അപ്പൊ അത് ട്വിൻ പ്രഗ്നൻസി ആയിരുന്നു. അന്നേരം ഞാൻ ചങ്ങനാശ്ശേരിയിലെ സഞ്ജീവനി ഹോസ്പിറ്റലിലെ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്. എന്റെ കാലിന് ബലമില്ല. ഈ ട്വിൻ പ്രഗ്നൻസി ഒന്നും എനിക്ക് ക്യാരി ചെയ്യാൻ അത്ര. ഡോക്ടർ പറയുന്നുണ്ട്, അങ്ങനെ കപ്പാസിറ്റി ഉള്ളവർക്ക് ദൈവം ട്വിൻസിനെയൊക്കെ തരത്തുള്ളൂ. ഗോഡ് ഗ്രേസ് കുഴപ്പമൊന്നും ഇല്ലാതെ ട്വിൻസ് ആയിരുന്നു. എനിക്ക് ട്വിൻസ് 2 പെൺപിള്ളേരാണ്. പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നടന്നു. മോൻ ഇപ്പം പഠിക്കുന്നത് ഓസ്ട്രേലിയയിൽ കമ്പ്യൂട്ടർ സയൻസ് 3rd ഇയർ അവൻ പഠിക്കുകയാണ്. അവനിപ്പോൾ 21 വയസ്സായി. പിന്നെ ഇതിൽ വേറൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു അയ്യപ്പനെ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു എന്നുള്ളത്. ആ അയ്യപ്പനോട് എനിക്ക് അത്രയ്ക്ക് ദേഷ്യമായിരുന്നു. എനിക്ക് ശബരിമല വണ്ടി കണ്ടാ ദേഷ്യം. ഞാൻ കെ റോഡിൽ കൂടി ട്രാവൽ ചെയ്യില്ലായിരുന്നു. ശബരിമല കാരണം ഇത്രയും ശബരിമല അയ്യപ്പനെ ജൈവിളി വിളിച്ചു വന്ന ഒരു വണ്ടി ഇടി നടന്ന ഒരു കുടുംബം തകർത്തപ്പം എനിക്ക് എന്തോ ഭയങ്കര ഒരു ഇതായിരുന്നു. ഞാൻ അതിനുശേഷം ഞാൻ സ്വന്തമായിട്ട് പല കാര്യങ്ങളും പഠിക്കുകയും ഞാൻ മെഡിക്കൽ സയന്റിസ്റ്റ് ആവുകയും പിന്നെ ഓസ്ട്രേലിയക്ക് പോകാനായിട്ട് ഞാൻ PT എക്സാം എന്നൊരു എക്സാം പ്രിപ്പയർ ചെയ്യുകയാണ് 2018. അത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയം. ഞാനത് 18 പഠിച്ചെഴുതുമ്പോൾ അന്ന് സോഫ്റ്റ്വെയർ ഒന്നുമില്ല. ഞാൻ നേരെ എക്സാം എഴുതി. ഞാൻ ആദ്യം ഫെയിലായി. അപ്പം ഈ ഒരു ഫെയിലിൽ നിന്നാണ് ഈ എക്സാം എങ്ങനെയാണെന്ന് ഞാൻ പഠിക്കുകയും കൂടുതൽ കാര്യങ്ങൾ റെഫർ ചെയ്യുകയും ഞാൻ അങ്ങനെ ഒരു ഹൈ സ്കോറിലോട്ട് എത്തുകയാണ്. അങ്ങനെ PT പിന്നെ ഞാൻ കൂടുതൽ ആളുകളും എൻ്റെ അടുത്ത് PT എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. അവിടുന്ന് ഒരു സ്റ്റുഡൻറ് എൻ്റെ അടുത്ത് പഠിച്ചു. അവനെ ഒറ്റ ചാൻസ് ജയിപ്പിക്കുകയും അവൻ അവൻ്റെ വൈഫിനെ പഠിപ്പിച്ചു, വൈഫ് ജയിക്കുകയും അങ്ങനെ UK നിന്നുള്ള കുട്ടികളെയെല്ലാം ഞാൻ തുടരെ ജയിപ്പിക്കാൻ തുടങ്ങി. ഇപ്പം അങ്ങനെ എനിക്ക് റെഫറൻസ് ഒരുപാട് വരാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞൊരവസ്ഥയിൽ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് ഞാൻ തന്നെ ഇതിനെക്കുറിച്ചൊന്ന് മാർക്കറ്റിംഗ്, കാരണം PTയെ കുറിച്ച് അറിയില്ലാത്തവരെ ഈ ഫീൽഡിൽ പരസ്യം കൊടുത്തുകൊണ്ടിരുന്നപ്പം ഞാനൊന്ന് ചിന്തിച്ചു, എന്തുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്ന് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യാം. അങ്ങനെ എനിക്കൊരു ഫ്രണ്ട് വഴി ഞാൻ ഒരാളെ പരിചയപ്പെടുക. അദ്ദേഹത്തിൻ്റെ പേര് ബിജു രത്നം. അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അദ്ദേഹവും സോഷ്യൽ മീഡിയയിൽ സ്റ്റാർട്ടിങ് ടൈമാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് വർക്ക് കൊടുക്കും. പുള്ളിക്കും അത്ര പരിചയമില്ല. ഞാൻ കൊടുക്കുന്ന വർക്കുകൾ ആദ്യമൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടായി. പുള്ളിക്ക് ആ വർക്ക് ചെയ്യുമ്പം പുള്ളിക്കും അതിൽ നിന്ന് അധികം ബെനിഫിറ്റ് ഒന്നും വരില്ല. അപ്പൊ പുള്ളി ഒരു തവണ ഞങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ പുള്ളി എന്നോട് പറഞ്ഞു, "മാഡത്തിന്റെ വർക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, ബെനിഫിറ്റ് ഒന്നുമില്ല, നിർത്തിയാലോ എന്ന്. പക്ഷെ ആരോ പുള്ളിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പോലെ പുള്ളിക്ക് തോന്നി" എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി വർക്ക് ചെയ്ത് ഞങ്ങൾ സംസാരിച്ച് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്, ബിജു രത്നത്തിന്റെ അപ്പനാണ് ശബരിമല അയ്യപ്പന്റെ വിഗ്രഹം അന്നത്തെ രാജാവ്, തിരുവിതാംകൂർ രാജാവിന്റെ സമയത്ത് ആ വിഗ്രഹം പണിത ആള്. അദ്ദേഹത്തിന്റെ പേര് എനിക്ക് കൃത്യമായിട്ടല്ല, രാജസേന രത്നം എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ശബരിമല ആ പഞ്ചലോക വിഗ്രഹം പണിതിരിക്കുന്നത് എൻ്റെ സോഷ്യൽ മീഡിയ ടീമായ ബിജു രത്നത്തിന്റെ അപ്പനാണ്. ആ ഒറ്റ വിഗ്രഹമാണ് ശബരിമലയിൽ തീർത്തത്. അപ്പം ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. കാരണം പുള്ളി ഞാൻ പറയണ എല്ലാം പുള്ളി എനിക്ക് ചെയ്തു തരും. കാരണം പുള്ളിക്ക് ഇതിൽ നിന്നൊരു ബെനിഫിറ്റ് ഇല്ലെങ്കിൽ പോലും ഞാൻ എന്ത് പറയണതും പുള്ളി ഇതെല്ലാം ചെയ്യും. കാരണം എനിക്ക് ഒരുപാട് ലീഡ്സ് വരുമ്പം പുള്ളിക്ക് പ്രോഫിറ്റ് ഇല്ലാതെ ഒരു കാര്യത്തിൽ പുള്ളി ചെയ്യും. അപ്പൊ പുള്ളിക്ക് അത് പ്രോഫിറ്റ് ഇല്ല, എന്നാൽ പോലും പുള്ളി ഇതെല്ലാം ചെയ്യും. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. അപ്പൊ പുള്ളി എന്നോട് ഈ കാര്യം പറഞ്ഞു, ഈ വർക്ക് പലപ്പോഴും നിർത്താൻ തോന്നുമെങ്കിലും പുള്ളിനെ ആരോ ഇത് ചെയ്യിപ്പിക്കുക. കാരണം പുള്ളി ഒരു ഫോട്ടോഗ്രാഫറും കൂടിയാണ്. അപ്പം ഞാൻ ഈ അയ്യപ്പൻ എനിക്ക് വേണ്ടി കാരണം എനിക്ക് ഒരുപാട് ലീഡ്സ് കിട്ടി. എൻ്റെ ബിസിനസ് നല്ല രീതിയിൽ പ്രോഫിറ്റ് ആയി. കാരണം ഈ അയ്യപ്പൻ ഇൻഡയറക്ട്ലി ഒരു കാര്യം ഇങ്ങനെ ചെയ്ത് കൊണ്ടുവന്ന പോലെ എനിക്കതിൽ തോന്നി. ഇപ്പൊ അതുകൊണ്ടായിരിക്കാം എനിക്ക് അയ്യപ്പനോട് പ്രത്യേകിച്ച് ഇപ്പം യാതൊരു വിരോധവും ഇല്ല. കാരണം ഇതൊക്കെ പിന്നെ ഞാൻ മനസ്സിലായി, ഇതൊക്കെ സംഭവിക്കാനുള്ളത് സംഭവിച്ചു പോയി. ഇതാരുടെയും പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവരുന്ന ഒന്നുമല്ല. അത് നമ്മൾ ചില ലൈഫിൽ ചില കാര്യങ്ങൾ നമ്മൾ വരും. അത് നമ്മൾ ചിലപ്പം അനുഭവിക്കുക. അതിൽ നിന്നും പിന്നെ നമ്മൾ എന്താണ് അടുത്ത കാര്യം എന്ന് മുന്നോട്ട് നോക്കി അടുത്ത കാര്യങ്ങൾ ചെയ്യുക, പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുക, കയറി വരിക എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഞാൻ ഈ മെഡിക്കൽ കോളേജ് പോസ്റ്റ് ഈ ഇടയ്ക്ക് എഴുതിയപ്പം അതിൻ്റെ അകത്ത് ഒരുപാട് വിമർശനങ്ങളും ഉണ്ടായി. കൂടുതലും ക്രിട്ടിസൈസ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് നേരെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് പോയില്ല? നിങ്ങൾ മാതാ ഹോസ്പിറ്റലിന്റെ മാഫിയാണോ? അല്ലെങ്കിൽ നിങ്ങൾ പൈസ മേടിച്ചിട്ടാണോ ഇത് പറയുന്നതെന്നുള്ളതൊക്കെ. അപ്പം ഞാനിത് പറയാനുള്ള ഒരു പ്രധാന കാരണം, സാധാരണക്കാർക്ക് വേണ്ടി ആ ഒരു പോസ്റ്റ് എഴുതാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഈ ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് നേവിയിലെ ഒരാളായതുകൊണ്ട് ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് സഞ്ജീവനി ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടും.
പക്ഷെ ആ ഒരു സമയത്ത് പോലീസുകാർ ഞങ്ങളുടെ ID കാർഡ് പോലും കണ്ടിട്ടില്ല. സാധാരണക്കാരിൽ സാധാരണക്കാരെ പോലെ തന്നെയാണ് ഞങ്ങളും പോലീസിനാൽ മെഡിക്കൽ കോളേജിൽ വരുന്നത്. അപ്പോൾ ഒരു സാധാരണക്കാരായിട്ടുള്ള ഓരോ മനുഷ്യരും മെഡിക്കൽ കോളേജ് അല്ലെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെന്റ് വരുന്നത് അവരുടെ ഗതികേട് കൊണ്ട് ഒരു പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് കിട്ടാനായിട്ടാണ്. അപ്പം ചിലപ്പോൾ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള സർജറി, ഇപ്പൊ ഹൃദയാരോഗ്യ സർജറി ഒക്കെ പ്ലാൻ ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ ട്രീറ്റ്മെന്റ് കിട്ടുന്നുണ്ടാവും. പക്ഷെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ മെഡിക്കൽ കോളേജുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലോ വരുമ്പോൾ ആ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് അവരുടെ ആ വരുന്ന ആളുകളുടെ ലൈഫ് മുന്നോട്ട് പോണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ഇതുപോലെയുള്ള നമ്മുടെ കേരളത്തിലെ ആരോഗ്യ രംഗത്തിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മെഡിക്കൽ കോളേജുകളിലേക്കാണ്. അവിടെ എമർജൻസി വിഭാഗത്തിന് കൃത്യമായിട്ടുള്ള ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. കാരണം ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത് സാധാരണക്കാർക്കും എല്ലാ മനുഷ്യർക്കും പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് കിട്ടാനുള്ളതാണ്. അപ്പൊ ഞാൻ ഈ അനുഭവിച്ചത്, ഞാൻ അവിടെ തുടർന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ ഇങ്ങനെ ഉണ്ടാവത്തില്ല. അത് വീട്ടിൽ നിന്ന് വന്ന് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ അടുത്ത ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് കൊടുത്തത് കൊണ്ട് ഞാനിപ്പോൾ സംസാരിക്കുന്നു. പക്ഷേ ഞാനിങ്ങനെ സംസാരിക്കാൻ കാരണം എനിക്ക് ട്രീറ്റ്മെന്റ് കിട്ടിയത് കൊണ്ടാണ്. പക്ഷെ ഞാൻ അവിടെ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വീണ്ടും കാത്തു കിടന്ന് പിന്നെ എപ്പോഴെങ്കിലും ആരെങ്കിലും വന്ന് നോക്കി ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങുമ്പോഴേക്കും ഒരുപാട് സമയം കഴിയും. ഇപ്പൊ എന്റെ കാലയിൽ അന്നിട്ട ആ കമ്പി തിരിച്ച് പപ്പ കോട്ടയത്ത് കൊണ്ട് കൊടുക്കുമ്പോൾ തുരുമ്പിട്ട ഒരു കമ്പിയാണ്. അതിന്റെ അനാവസ്ഥ എന്ന് പറയുന്നത് പ്രോപ്പർ എക്യുപ്മെന്റ്സ് ഇല്ല, പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റാഫ് ഇല്ല, പ്രോപ്പർ ആയിട്ടുള്ള ബിൽഡിങ്സ് ഇല്ല. ഇങ്ങനെയുള്ള ഷോർട്ടേജുകളൊക്കെ വരുന്നോണ്ട് തന്നെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആരോഗ്യ രംഗം ഇങ്ങനെ ഒരു അവസ്ഥയിലോട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫേസ്ബുക്കിൽ എൻ്റെ ഫേസ് ചെയ്ത ഒരു ഇഷ്യൂ മെഡിക്കൽ കോളേജിലെ അവസ്ഥയും കൂടി റിലേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ സാധാരണക്കാരെല്ലാവരും വോട്ട് ചെയ്യുന്നതും ആഗ്രഹിക്കുന്നതും വരുന്ന ഓരോ നേതാവും ആ സാധാരണക്കാർക്ക് എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചാണ്. പക്ഷേ നമ്മളിവിടെ ചെയ്യുന്ന എന്താ, ഈ നാരായണത്ത് ഭ്രാന്തന്റെ മന്ത് പോലെ, അതായത് ഒരു മന്ത് ഒരു കാലിൽ നിന്ന് അടുത്ത കാലിലോട്ട് മാറ്റുന്ന പോലെ ഇടത് വന്ന, അതായത് LDF വന്ന എന്തെങ്കിലും ശരിയാവുന്ന അവരെ വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നു, അല്ല UDF വന്നാൽ കുറെയൊക്കെ ശരിയാക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. പക്ഷെ ഏത് ഭരണം വന്നാലും സിസ്റ്റം നന്നായില്ലെങ്കിൽ കാര്യമില്ല. അപ്പൊ നമ്മളിപ്പോ ഞാനിപ്പോ ഫേസ്ബുക്കിൽ പലത് എഴുതുമ്പോഴും ഇതിന്റെ അകത്തുള്ള ആളുകള് കുറച്ചൊക്കെ നിങ്ങൾക്ക് പ്രതികരിക്കാൻ എന്താ പറയുക, നിങ്ങൾക്ക് പറയാൻ പേടിയുള്ളവര് ഈ എഴുതുന്ന ആളുകളെ ഒന്ന് സപ്പോർട്ടെങ്കിലും ചെയ്യുവാണെങ്കിൽ, ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഒരു പക്ഷേ ഒരു സിസ്റ്റമൊക്കെ ഒന്നൊക്കെ ശരിയായിട്ട് അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. ഇതാരെങ്കിലും എഴുതുമ്പം ഓ അത് അവർക്ക് വന്നതല്ലേ, ഞങ്ങൾക്ക് ഈ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പോലും ഒരു പരിധിവരെ ആളുകൾ തയ്യാറാവില്ല. പ്രതികരിച്ചില്ലെങ്കിൽ പോലും ഇങ്ങനെ പറയുന്നവരെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ പോലും നമ്മുടെ സിസ്റ്റത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവരാനായിട്ടൊക്കെ നമുക്ക് പറ്റും. അപ്പൊ അതും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു അനുഭവം ഈ ഫേസ്ബുക്കിൽ ഈ മെഡിക്കൽ കോളേജ് ഇഷ്യൂ ആയിട്ട് കണക്ട് ചെയ്ത് എഴുതിയത്. ഞാനിപ്പം കറന്റ്ലി ചെയ്യുന്ന PT ട്രെയിനിങ് കൊടുക്കുന്നതാണ്. എൻ്റെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എല്ലാ കൺട്രീസിൽ നിന്നുണ്ട്. ഫിലിപ്പൈനുകളുണ്ട്, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, UK, ഖത്തർ, കാനഡ, എല്ലാ സ്ഥലത്തു നിന്നുള്ളവർക്കും ഞാൻ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ഈ PT എക്സാം എന്ന് പറയുന്നത് പിയേഴ്സൺ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ഇംഗ്ലീഷ് ടെസ്റ്റാണ്. ഈ ഒരു ടെസ്റ്റിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, നമ്മൾ മൈഗ്രേഷൻ പർപ്പസിനോ സ്റ്റുഡൻറ് വിസയ്ക്കോ വർക്ക് വിസയ്ക്കോ ആണെങ്കിൽ പോലും ഈ PT എക്സാം ആണ് നമ്മളെ കൂടുതൽ കുട്ടികൾക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം ഈ IELTSO OETO പോലെ തന്നെ ഒരു എക്സാം തന്നെയാണ് PT. പക്ഷേ ഈ IELTSലോ OETയിലോ മൈഗ്രേഷന് വേണ്ടി നിങ്ങൾ പോയിന്റിന് ക്ലെയിം ചെയ്യുമ്പം IELTSലെ ഇൻഡിവിജ്വൽ 8 കിട്ടുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട്. അത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മിക്ക കുട്ടികളും ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ എടുക്കേണ്ട ടെസ്റ്റ് PT ആണ്. ഈ PT എക്സാമിന്റെ അകത്ത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ടും ഒരു 20 ടാസ്കുകളിൽ കൂടുതൽ ഉള്ളത് കൊണ്ട് കുട്ടികളുടെ പെർഫോമൻസിനനുസരിച്ച് സോഫ്റ്റ്വെയർ ഇവാലുവേറ്റ് ചെയ്യും. അപ്പം ഈ PT എക്സാമിന് 90ലാണ്, അതിൽ ഇൻഡിവിജ്വൽ 79 കിട്ടുവാണെങ്കിൽ 20 പോയിന്റ് മൈഗ്രേഷന് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു പ്രാധാന്യം മനസ്സിലാക്കി ഇപ്പം മിക്ക കുട്ടികളും IELTSും OETയും വിട്ടിട്ട് PT തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. ഈ PT എന്ന് പറയുന്നത് PT എക്സാം എഴുതിയ ഒരാൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഓരോ ടാസ്കും എങ്ങനെയാണ് സോഫ്റ്റ്വെയർ കുട്ടികളിൽ ഇവാലുവേറ്റ് ചെയ്യണത് എന്ന് മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ പ്രോപ്പറായിട്ട് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഈ PTയിലോട്ട് പഠിക്കുന്നത് ആദ്യമായിട്ട് 2018ലാണ്. അപ്പൊ PT അന്ന് ഈ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും ഇല്ല. അപ്പൊ ഞാൻ ഇത് പിയേഴ്സിന്റെ സൈറ്റിൽ തന്നെ കയറി മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്ത്
ആദ്യം ഞാൻ ഫെയിലായി. പിന്നെ അതിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടാണ് എങ്ങനെയാണ് സോഫ്റ്റ്‌വെയർ ഇവാലുവേറ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കി ഞാൻ പഠിച്ച് ഒരു ഹൈ സ്കോർ ഞാൻ നേടിയെടുത്തു. എന്നിട്ട് ഓസ്ട്രേലിയൻ പിആറിന് വേണ്ടി ഞാൻ നേടിയെടുത്തു. പിന്നെയാണ് ഞാൻ എടുത്ത നോളഡ്ജ് എന്നെ കുട്ടികൾ അപ്രോച്ച് ചെയ്തപ്പോൾ ഷെയർ ചെയ്യുകയും അവരെല്ലാം ഫസ്റ്റ് ട്രയൽ ജയിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് അവർ കൂടുതൽ കൂടുതൽ റെഫർ ചെയ്തു. ഇപ്പോൾ ഒരുമാതിരി എല്ലാ കൺട്രിയിലുള്ള വേറെ നോൺ ഇന്ത്യൻ ആയിട്ടുള്ള ഫിലിപ്പീനുകൾ എല്ലാ രാജ്യത്തുള്ളവർക്കും ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മോർണിംഗ് 9 ടു രാത്രി 10 മണി വരെ എൻ്റെ ക്ലാസ്സുകളുണ്ട്. അപ്പം ഞാനിപ്പോൾ കൂടുതൽ ലൈഫിൽ ഓരോരുത്തരോട് പറയുമ്പോഴും നമ്മൾ പറയുന്ന നമ്മളുടെ ഇപ്പോൾ പെണ്ണുങ്ങളാണേലും ആരാണേലും നമ്മുടെ ഒരു പരിധി വരെ നമ്മുടെ എന്താ പറയുക ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഞാനൊരു സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യുന്ന കാര്യത്തിലോട്ട് വന്ന് ഈ PT കൂടുതൽ ഫോക്കസ് ചെയ്യാനും കൂടുതൽ പഠിപ്പിക്കാനുമായിട്ട് തുടങ്ങിയത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ 25-ാമത്തെ വയസ്സിൽ വളരെ മിടുക്കിയായിട്ട് എല്ലാം കൊണ്ടും ഹാപ്പി ആയിട്ട് മോൻ, ഉദ്യോഗസ്ഥനായ ഹസ്ബൻഡ്, പേരൻസ് എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുമ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു ഇൻസിഡന്റ് എൻ്റെ ലൈഫിലോട്ട് വരുന്നു. പെട്ടെന്ന് കണ്ണടച്ച് തുറക്കും മുമ്പേ ഹസ്ബൻഡ് മരിക്കുക, നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് ഞാൻ മാറുക, മുഖം കംപ്ലീറ്റ് മാറിപ്പോവുക, എൻ്റെ കുഞ്ഞിനെ 2 വയസ്സുള്ള കുഞ്ഞിനെ എൻ്റെ കൺമുമ്പിൽ ഒന്ന് എടുക്കാൻ പോലും പറ്റാതെ അവൻ്റെ എന്താ പറയുക ഒടിഞ്ഞു നുറുങ്ങി നിൽക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് ഞാൻ ഫേസ് ചെയ്തു. അന്ന് ഞാൻ ഓർത്തു ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം ഉണ്ടായ ഒരു വ്യക്തി ഞാനാണ്. എനിക്കാണ് ഏറ്റവും കൂടുതൽ സംഭവിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം എൻ്റെ അറിവ് അന്ന് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതിനുശേഷം പിന്നെ ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് ചെന്ന് അവിടെയുള്ള കുട്ടികളുടെ പ്രശ്നങ്ങളും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പഠിക്കാൻ വരുന്ന കുട്ടികൾ രാവിലെ പണി ചെയ്തിട്ട് ST കാറ്റഗറി അതായത് ട്രൈബൽ ആയിട്ടുള്ള ഷെഡ്യൂൾഡ് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കൊക്കെ സ്റ്റൈഫൻഡ് ഗവൺമെൻറ് കൊടുക്കും. അത് കിട്ടാൻ പഠിക്കുന്ന കുട്ടികൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം എൻ്റെ പ്രശ്നം ഒന്നും അല്ലെന്നും മനസ്സിലായി. പിന്നെ എനിക്ക് കൂടുതൽ മനസ്സിലായത് നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് ഒന്നും ചെയ്യാതെയും ജീവിക്കാം, പല കാര്യങ്ങൾ ചെയ്തും ജീവിക്കാം. അപ്പം നമ്മുടെ രീതിയിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ലോ ഓഫ് അട്രാക്ഷൻസ് എന്ന് പറയുന്ന ഒരു കാര്യം എൻ്റെ ലൈഫിൽ എനിക്ക് ഫീൽ ചെയ്തതാണ്. അതായത് നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീരം, നമ്മളുടെ മനസ്സ്, അതുപോലെ ഊണിലും ഉറക്കത്തിലും നമ്മൾ അത് സക്സസ് ആകാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് വരുമ്പം ഞാൻ പല സോഷ്യൽ മീഡിയയിലും എൻ്റെ ഒരു പ്രായത്തിൽ എനിക്ക് പല കാര്യങ്ങളും അറിയില്ല. ഞാനത് ഓരോ സമയത്തും യൂട്യൂബിൽ കയറി പഠിക്കും. ഇതെങ്ങനെയാണ് ചെയ്യണത്, അതെങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത്, ഇതെങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പഠിച്ച് അത് ആ ടെക്നോളജിക്കൽ കാര്യങ്ങൾ ഞാൻ പഠിക്കും. എങ്ങനെയാണ് ഒരു ക്യാമറയെ ഫേസ് ചെയ്ത് സംസാരിക്കേണ്ടതെന്ന് ഞാൻ റീൽ എടുക്കാൻ വേണ്ടി എൻ്റെ ബിസിനസ് പരമായിട്ട് ഞാൻ എടുക്കും. അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻസ് നമ്മളിതിങ്ങനെ ചെയ്യുമ്പം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സക്സസ്സിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അതിൻ്റെ പുറകെ വന്നോളും. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി വെക്കുക, അതിൻ്റെ എൻഡിലോട്ട് വേണ്ട കാര്യങ്ങൾ ഗ്രാജുവലി എല്ലാം അതിനനുസരിച്ച് എത്തിക്കും. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ എനിക്കിത് പറ്റി തളർന്നു നിരാശപ്പെട്ട് അല്ലെങ്കിൽ എനിക്ക് മാത്രമേ ഇത് വിധിച്ചിട്ടുള്ളൂ എന്ന് ചിന്തിക്കാതെ നമുക്കുള്ള ഡിഫിക്കൽറ്റിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നമ്മളത് ശ്രമിച്ചുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മുമ്പിൽ വരും. നമുക്ക് ജീവിതത്തിൽ മുന്നേറാനും പറ്റും. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും വിഷമിച്ച് തളരരുത്. നമുക്ക് ചെയ്യാനുള്ളത് എന്താണോ അത് നമ്മുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് എടുത്ത് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണോ കർമ്മം ചെയ്യുക, റിസൾട്ട് വന്നോളും എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ.